മയക്കുമരുന്ന് കണ്ടെത്തലുകൾ വേഗത്തിലാക്കുന്നതിന് വേണ്ടിയിട്ട് ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിന്റെ പേരെന്താണ്? അത് പാത്ത് ജെനി എന്നാണ് ആ സോഫ്റ്റ്വെയറിന്റെ പേര്. ഇന്ത്യ ഈ അടുത്തിടെ വിജയകരമായി പരീക്ഷിച്ച റോക്കറ്റ് ഏതാണ്? അത് പിനാക്ക റോക്കറ്റ് എന്നാണ് ആ റോക്കറ്റിന്റെ പേര്. പിനാക്ക റോക്കറ്റ്. അതിന്റെ ദൂരപരിധി 120 കിലോമീറ്റർ ആണ്. 20ാമത് ഏഷ്യൻ ഗെയിംസിന്റെ 2026 വേദി എവിടെയാണ്? അത് ജപ്പാനാണ് കേട്ടോ. ജപ്പാനാണ് 20ാമത് ഏഷ്യൻ ഗെയിംസിന്റെ വേദി എന്ന് പറയുന്നത്. ഒഡീഷയുടെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറി ആയിട്ട് നിയമിതയായത് ആരാണ്? അത് അനു ഗാർഗ് ആണ് കേട്ടോ. അനു ഗാർഗ് ആണ് ആദ്യ വനിത ചീഫ് സെക്രട്ടറി ആയിട്ട് നിയമിതയായത്. ഒഡീഷയിൽ ആദ്യമായിട്ടാണ് ഒരു വനിത ചീഫ് സെക്രട്ടറി ആകുന്നത്. അതാണ് ഇതിന്റെ പ്രത്യേകത. അടുത്ത്, ദക്ഷിണ ധ്രുവത്തിലേക്ക് സ്കീയിങ് നടത്തിയ പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി ആരാണ്? അത് കാമ്യ കാർത്തികേയനാണ് ദക്ഷിണ ധ്രുവത്തിലേക്ക് സ്കീയിങ് നടത്തിയ പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി. അടുത്ത്, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിട്ട് നിയമിതനായത് ആരാണ്? അത് രവീന്ദ്രകുമാർ അഗർവാൾ ആണ്. ജപ്പാനെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ സമ്പദ് വ്യവസ്ഥയായിട്ട് മാറിയ രാജ്യം ഏതാണ്? അത് ഇന്ത്യയാണ്. ആദ്യത്തെ സ്ഥാനം അമേരിക്കയ്ക്കാണ്. അടുത്ത്, 2025 ലോക ബ്ലിറ്റ്സ് ചെസ് കിരീടം നേടിയത് ആരാണ്? അത് മാഗ്നസ് കാൾസൺ.